ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജീവൻ കോശി വിക്ടർ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനൊരു പൈലറ്റാണ്, പ്രൊഫഷണലി കൊമേഴ്ഷ്യൽ പൈലറ്റാണ്. ഞാൻ 2016 ഞാൻ പഠിക്കാൻ പോയത് സൗത്ത് ആഫ്രിക്കയിൽ. 2019 ആയപ്പോഴത്തേക്ക് എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, മാതാവിലും വിശ്വാസമുണ്ട്. എൻ്റെ പേരൻസ് 2019 ഏപ്രിൽ നാട്ടിൽ വന്നപ്പം മമ്മിക്ക് കൃപാസനം മാതാവിൽ കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. അവർ സൗദി അറേബ്യയിലാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ഞാനും മമ്മിയെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് വിശ്വാസമില്ലാതെ, കാരണം നമ്മൾ ന്യൂസൊക്കെ കേൾക്കും, പത്രം കലക്കി ദോശ ഉണ്ടാക്കി കഴിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ അത് കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം മമ്മി ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നു, പക്ഷെ അന്ന് എടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ വീട്ടിൽ പോയി. അതിനുശേഷം അവർ തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റ ഒരു മോനേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനും പപ്പായും മമ്മിയും കൂടെ തിരിച്ചൊരു ദിവസം ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. പക്ഷെ അന്ന് ഞാൻ സിക്കായിരുന്നു, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, എനിക്ക് പനിയായിരുന്നു. മമ്മി ഉടമ്പടി എടുക്കാൻ അകത്ത് വന്നു. എനിക്ക് പനി കുറച്ച് കൂടിയത് കാരണം അന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്കി കാര്യം ചെയ്യാതെ തിരിച്ച് പോകേണ്ടി വന്നു. അങ്ങനെ അവർ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോറിൻ ലൈസൻസ് ഞാൻ ഇന്ത്യൻ ലൈസൻസ് ആക്കാൻ വേണ്ടിയുള്ള എക്സാമൊക്കെ ക്ലിയർ ചെയ്തു. ഇന്ത്യൻ ലൈസൻസ് ആക്കാൻ വേണ്ടി 6 മാസത്തിനുള്ളിൽ ഒരു 15 മണിക്കൂർ ഫ്ലൈ ചെയ്യണം നമ്മൾ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ എന്തോ ഉണ്ടായെന്ന് വെച്ചാൽ കോവിഡ് വന്ന കാരണം എനിക്ക് സൗത്ത് ആഫ്രിക്കയിലോട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല. അങ്ങനെ ഡിലേ വന്നു. അങ്ങനെ 2020 മൊത്തം ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കുമായിരുന്നു. 2021 21 ഞാൻ കോവിഡ് ബൗണ്ടറിയൊക്കെ ഓപ്പൺ ആയപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയി. ലൈസൻസ് ഫ്ലൈ ചെയ്തിട്ട് തിരിച്ച് വന്നു, ഇന്ത്യൻ ലൈസൻസൊക്കെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റേഡിയോയുടെ ഒരു ലൈസൻസ് ഉണ്ട്. പൈലറ്റ് ഫ്ലൈ ആണെങ്കിൽ നമുക്ക് 3-4 ലൈസൻസുകളുണ്ട്, റേഡിയോ, പൈലറ്റ് ലൈസൻസ്, മെഡിക്കൽ, അങ്ങനത്തെ. അപ്പോൾ റേഡിയോയുടെ ലൈസൻസ് 1 വർഷമേ വാലിഡിറ്റി ഉള്ളൂ. കാരണം ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ചെയ്തത് കാരണം 1 വർഷമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ അത് 20 വർഷത്തേക്കാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ എക്സാം ഒരുപാട് എഴുതി, പക്ഷേ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം സമയത്തിൻ്റെ ലിമിറ്റുണ്ട്. 25 മിനിറ്റിനുള്ളിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതങ്ങനെ ക്ലിയർ ചെയ്യാതെ പോകുമായിരുന്നു. അപ്പോഴും ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. 2022 ആയപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലെ ഓൺലൈൻ ഉടമ്പടിയുണ്ട്. എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല, കാരണം CPL മാത്രമേ ഉള്ളൂ. കോവിഡ് കഴിഞ്ഞുകൊണ്ട് ഒരുപാട് പൈലറ്റുമാർ ജോലിയില്ലാതിരിക്കുന്ന കാരണം പുതിയതായിട്ടൊരാളെ എടുക്കുന്നില്ലായിരുന്നു ഒരു എയർലൈൻസും. അപ്പോൾ മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു, മമ്മി സൗദിയിൽ. അപ്പോൾ എന്നോടും പറഞ്ഞു ഇതുപോലെ നീ ഉടമ്പടി എടുക്ക്, ഓൺലൈൻ എടുക്ക്, നിൻ്റെ കാര്യത്തിന് വേണ്ടി നീ തന്നെ എടുക്കണം. അപ്പം ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ വിശ്വാസമായി. ഓക്കെ, ദൈവം ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ കഴിവുകൊണ്ട്. എനിക്ക് 2019 ഇത് കഴിഞ്ഞപ്പം നല്ല അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. കാരണം 21 വയസ്സിൽ പൈലറ്റ് ആവുന്ന ഭയങ്കര റെയറായിട്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പൈലറ്റായി, അങ്ങനത്തെ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞു വരുമായിരുന്നു 2022 കാലഘട്ടങ്ങളിലൊക്കെ. അങ്ങനെ 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോഴും ഞാൻ വീട്ടിലുണ്ട്, എനിക്കിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാമായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ പ്രയറൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എന്തുകൊണ്ട് ഞാൻ ഇത് വന്നെടുത്തുകൂടാ എന്ന് വെച്ച് ഞാനിവിടെ വന്നു. 2023 ഞാനിവിടെ വന്ന് നമ്മുടെ തീർത്ഥാടന ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് ഉദ്ദേശിക്കുന്നതിന് മുമ്പ്, ഉടമ്പടി എടുക്കുന്നതിന് കുറച്ച് മുമ്പ്, ഈ ജെറ്റ് എയർവേസ് എന്ന് പറഞ്ഞൊരു എയർലൈനുണ്ട്. 2022 ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ആ എയർലൈനിൽ എനിക്ക് അവർ പൂട്ടിപ്പോയായിരുന്നു. അപ്പോൾ 2022 അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ അപ്ലൈ ചെയ്തു, എന്നെ ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു, അവർ വിളിക്കും, ഇപ്പോൾ അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. പക്ഷേ 23 ഒന്നും ആയില്ല. അപ്പോൾ കിട്ടത്തില്ലെന്ന് ഉറപ്പായി, അവർ വരത്തില്ലെന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ ആ ഹോപ്പും പോയി. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലുള്ള എയർലൈൻസിൻ്റെയിലുള്ള പ്ലെയിനുകളുണ്ട്, ആ പ്ലെയിനുകളുടെ റേറ്റിംഗ് എടുക്കുക. അതായത് പൊതുവേ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള 2 പ്ലെയിനുകളാണ്, എയർബസ് 320, ബോയിങ് 737. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന് ഏകദേശം 15 ലക്ഷം രൂപയാവും നമ്മളത് ഒരെണ്ണത്തിന്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറണം, എല്ലാം മറ്റേ പ്ലെയിനിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പിന്നെയും 15 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, ബോയിങ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബോയിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്തു, സ്ലോട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ജൂലൈ 17 സ്ലോട്ട് കിട്ടിയത്. അപ്പം ഞാൻ ഒരു 2023 ജൂൺ 6 തോന്നുന്നു, ജൂൺ 5 ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തൊരു 3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഈ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കാര്യം ഉടമ്പടി എഴുതിയിട്ടില്ല, കാരണം നമുക്ക് ജോലിയുടെ കാര്യം എഴുതി. അപ്പോൾ അതിലെല്ലാം പെടുവല്ലോ എന്ന് വിചാരിച്ച്
3 ദിവസം കൊണ്ട് എനിക്ക് വിസ പെട്ടെന്ന് വന്നു. വിസ വന്നതിന് ശേഷം അവരെന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് കുറച്ച് മുമ്പ് പോകാൻ പറ്റുമോ, പ്രീവിയസ് ബാച്ചിലെ ആൾക്കാർക്ക് വിസ കിട്ടിയിട്ടില്ല, നിനക്ക് പെട്ടെന്ന് വന്നതുകൊണ്ട് നീ പോ, അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ 30 സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 28 ഞാനിവിടെ വന്ന് അച്ഛനെ കാണാൻ എനിക്ക് പറ്റി. ടിക്കറ്റും വിസ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛനെ ഞാനിവിടെ വന്ന് അച്ഛനെ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിട്ടു. അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോയി. ഈ ടൈപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്ക് ചെറിയ പ്ലെയിനൊക്കെ ഞാൻ ആദ്യം ഓടിച്ചിട്ടുള്ളത്. നമ്മൾ സിംഗിൾ എഞ്ചിൻ പിന്നെ മൾട്ടി എഞ്ചിനുണ്ട്, പക്ഷേ ചെറിയ പ്ലെയിനാണ്. അപ്പോൾ ഈ ബോയിങ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ജെറ്റ് എഞ്ചിനാണ്, ഈ 200 പേരൊക്കെ ഉള്ള പ്ലെയിനാണ്. അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് 50 ദിവസം കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇപ്പോൾ ക്യാപ്റ്റന്മാർക്ക് തന്നെ അവിടെ ഇപ്പം നമ്മളൊരു സെഷൻ ഫെയിലായി കഴിഞ്ഞാൽ, ഫെയിലാവുമെന്നല്ല, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അവർ പിന്നെ ഒരു സെഷൻ ഇടും. ആ ഒരു സെഷൻ ഏകദേശം $1000, അതായത് 82,000 രൂപയോളം വരും എക്സ്ട്രാ സെഷൻ. അപ്പോൾ ക്യാപ്റ്റന്മാർക്ക് പോലും എക്സ്ട്രാ സെഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രീവിയസ് ബാച്ചിൽ. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായത് എനിക്കും എൻ്റെ സിം പാർട്ട്ണറിനും ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഞങ്ങൾ കറക്റ്റ് ഓൺ ദ ഡോട്ടിൽ തീർത്തു, നാട്ടിൽ വരാൻ പറ്റി. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, കാരണം നമുക്ക് എക്സ്പീരിയൻസും ഇല്ല, പ്ലസ് ക്യാപ്റ്റന്മാർക്ക് വരെ റെമഡിയിൽ കിട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് ഞാൻ എല്ലാ സെഷനും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കത് പൂർത്തീകരിച്ച് നാട്ടിൽ വരാൻ പറ്റി. അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ സിവിൽ ഏവിയേഷനിൽ ഇത് അപ്ലൈ ചെയ്യണം. എൻ്റെ ലൈസൻസിൽ എൻഡോർസ് ചെയ്യാൻ വേണ്ടി ഈ ബോയിങ് 737 എന്ന് പറഞ്ഞ പ്ലെയിന് അത് അപ്ലൈ ചെയ്തപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് പ്രശ്നങ്ങളുണ്ടായി. അവനെന്തോ പേപ്പറിൻ്റെ ഒക്കെ മിസ്റ്റേക്ക് കാരണം അവൻ്റെ ലൈസൻസ് അവരെ ഹോൾഡ് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു 1.5 മാസം കൊണ്ട് അത് അപ്രൂവ് ആയി കിട്ടി. പക്ഷേ അവന് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവൻ്റെ ഇത് അപ്രൂവ് ആയത്. എനിക്ക് ഒരു സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് കിട്ടി എൻ്റെ ലൈസൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉടമ്പടി പുതുക്കാൻ ടൈമായി. ഞാൻ അതിനിടയ്ക്ക് ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായത്, എൻ്റെ നൈബറാണ്. അവന് ഇതുപോലെ ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. അവൻ എന്നെക്കാൾ ഒരു 2 വയസ്സ് മൂത്തത്. അപ്പോൾ അവന് ഇതുപോലെ ദുബായി പോകാനായിട്ട് അപ്ലൈ ചെയ്തിട്ട് 2 വർഷമായിട്ട് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉടമ്പടിയുടെ കൊടുത്തി അവൻ്റെ കാര്യം എഴുതി. അപ്പം അവനിവിടെ ഒരു ദിവസം വന്നു. അവൻ ഉടമ്പടി എടുത്തില്ല, അവൻ പാസ്പോർട്ടൊക്കെ ആയിട്ട് വന്ന് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് ചെയ്തു. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവന് വിസ ശരിയായി, അവന് ദുബായിക്ക് പോകാൻ പറ്റി. അവന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്താലും അവൻ പ്രാർത്ഥിക്കുകയും അവന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ വിസ കിട്ടി, അവന് പോകാൻ കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇന്ത്യൻ ലൈസൻസ് കിട്ടി. അതിനുശേഷം ഞാൻ പല എയർലൈൻസിൽ അപ്ലൈ ചെയ്തു. എൻ്റെ മനസ്സിൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാനിവിടെ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ സ്പൈസ് ജെറ്റ് എന്ന് എഴുതാൻ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് ജോലി കിട്ടണം ഇന്ന എയർലൈനിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ എയർ ഇന്ത്യയോ അല്ലെങ്കിൽ ആകാശ എയറോ ആയിരുന്നു. സ്പൈസ് ജെറ്റ് എഴുതാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു, ഞാൻ മനസ്സിൽ തോന്നിച്ച് അങ്ങ് എഴുതി. എൻ്റെ മനസ്സിലുള്ളതല്ല ഞാൻ എഴുതിയത്. അങ്ങനെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഡിസംബർ കഴിഞ്ഞ മാസം എനിക്ക് സ്പൈസ് ജെറ്റിൻ്റെ ഇമെയിൽ വന്നു. ഇതുപോലെ സൈക്കോമെട്രി ടെസ്റ്റും ഡ്രഗ് ടെസ്റ്റും ഇൻ്റർവ്യൂവും സിം ചെക്കും ഉണ്ട്, 27 ഡിസംബറിൽ വരാൻ പറഞ്ഞു. ഞാൻ ഡിസംബർ 27 പോയി. അത് ക്ലിയർ ചെയ്തു, ഇൻ്റർവ്യൂ ക്ലിയറായി, സൈക്കോമെട്രിയും ഡ്രഗ് ടെസ്റ്റും കഴിഞ്ഞു. സിം ചെക്ക് മാത്രം ബാക്കിയുണ്ട്, അത് 8 അത് ഉറപ്പായിട്ടും ക്ലിയർ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സിം ചെക്ക് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇന്ന് തന്നെ വന്നത്. ഞാൻ നാളെ പോവുകയാണ് സിം ചെക്കിന് വേണ്ടി. അങ്ങനെ പിന്നെ റേഡിയോയുടെ ലൈസൻസിൻ്റെ കാര്യം ഞാനത് ക്ലിയർ ചെയ്യുന്നില്ലായിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന് കഴിഞ്ഞ് റേഡിയോയുടെ എക്സാമിന് പോയി. എനിക്ക് ഈസിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി. അതും എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ സഹായം കാരണം ഞാൻ 4 തവണ പോയിട്ട് എനിക്ക് നടന്നില്ല. ടൈമിൻ്റെ ഷോർട്ടേജാണ്, പഠിക്കുന്ന കാര്യം കൊണ്ടല്ല. പക്ഷെ ടൈം എനിക്ക് ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റി. അത് ഞാൻ ക്ലിയർ ചെയ്ത് എനിക്ക് 20 വർഷത്തേക്ക് എൻ്റെ ലൈസൻസ് കിട്ടി. പിന്നെ എൻ്റെ പേരൻസിൻ്റെ കാര്യം, പേരൻസിന് ഇപ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം ഞാൻ ദൈവത്തിനോട് അത്ര അടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം അവർ വളരെ ഹാപ്പിയാണ് ഞാൻ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതുകൊണ്ട്. എനിക്ക് അവസാന കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, എനിക്ക് മനസ്സിലായത് നമ്മുടെ മാനുഷികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കേണ്ടത്. നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിത്തരും. അത്രേ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. കാരുണ്യപ്രവൃത്തിയും കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യത്തെ ഉടമ്പടി ചെയ്ത സമയത്ത് ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അപ്പം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടു, ഞാൻ സാമ്പത്തികമായിട്ട് ഈ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി പത്രമൊന്നും എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല.
ഉടമ്പടി ഞാൻ പുതുക്കി. ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഷെബിൻ, അവനെയും കൂടെ വന്ന് അവനും ഉടമ്പടി എടുത്തു. അപ്പം ഞങ്ങൾ രണ്ടുപേരും എനിക്കിവിടെ പുതുക്കാൻ വന്നപ്പം 3 കെട്ട് പത്രം തന്നു. കാരണം നമ്മൾ മന്ത്ലി വന്ന് മേടിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ 3 കെട്ട് പത്രം എടുത്ത് ഞങ്ങൾ 4 ജില്ലകളിൽ കൊണ്ട് കൊടുത്തു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എല്ലാ ജില്ലകളിലും ഞങ്ങൾ വിട്ട് വിതരണം ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാ മാസവും വന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോയിട്ട് അവിടുത്തെ അപ്പച്ചന്മാരോടൊക്കെ സംസാരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു. സാമ്പത്തികമായിട്ട് ഞങ്ങൾ പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അനുഭവം പറയുവാണെങ്കിൽ ഞാൻ ഏകദേശം ഞങ്ങൾ രണ്ടും കൂടെ ഒരു 3000 രൂപ എങ്ങാണ്ട് എന്തോ ഒരു ആവശ്യത്തിന് ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ അപ്പച്ചൻ്റെ അടുത്ത് പോയപ്പോൾ പുള്ളി എനിക്കൊരു 25,000 രൂപ വന്നിട്ട് പറയണം, നീ പോവല്ലേ, നിനക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് എനിക്കൊരു 25,000 രൂപ ഒരു അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടി. പിന്നെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പൈസയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കങ്ങനെ വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉടമ്പടി വന്നതിന് ശേഷം അത് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടൊന്നുമില്ല. എനിക്ക് 3-4 ലക്ഷം രൂപയുടെ ലാഭം ഒന്നും അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു 6 മാസം കൊണ്ട് കിട്ടി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലും പ്രെയറും എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മുമ്പ് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു, പക്ഷേ നമ്മൾ ചുമ്മാ ഒരു പേരിനങ്ങ് വായിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു എൻ്റേത്. ഇപ്പം ഉടമ്പടി വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഓക്കെ, ദൈവത്തോട് നമ്മളെങ്ങനെ അടുക്കണം, ആ രീതിയിൽ നമ്മൾ ബൈബിൾ മനസ്സിലാക്കി വായിക്കാൻ ഇപ്പോഴാണ് തുടങ്ങിയത്. അങ്ങനെയാണ്. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഫരമേൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. 37-ാം സങ്കീർത്തനം 4-5 തിരുവചനങ്ങളാണ്. ഒരു പൈലറ്റായിട്ടുള്ള മകനാണ് ജീവൻ കോശി വിക്ടർ. 21 വയസ്സിൽ തനിക്കൊരു പൈലറ്റാകാനൊക്കെ സാധിച്ചു. അപ്പോൾ ഇതൊക്കെ തൻ്റെ പഠന മികവ് കൊണ്ട് തനിക്കിങ്ങനെയൊക്കെ സാധിക്കുന്നു. ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോയി. പേരൻസ് ഉടമ്പടി എടുക്കാനൊക്കെ താല്പര്യം കാണിച്ചു. എന്നാൽ ആദ്യമൊന്നും അതിനോട് അത്ര നല്ല ഒരു റെസ്പോൺസ് ചെയ്തില്ല. പല കാരണങ്ങളാൽ അതൊക്കെ മുടങ്ങിപ്പോവുകയാണ് പേരൻസിൻ്റേത് തന്നെ. പിന്നീട് മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നീടാണ് തൻ്റെ ഓരോ കാര്യങ്ങൾ, അതായത് തനിക്ക് ലൈസൻസ് വേണം, അതുപോലെ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതിനൊക്കെ ഇൻ്റർവ്യൂ, അങ്ങനെ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നീട് ഈ മകൻ എന്തുകൊണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൂടാ, അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. പിന്നീട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷമൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, തന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഒക്കെ ഉള്ളപ്പോഴാണ് ക്യാപ്റ്റൻസ് വരെയും പല സെഷൻസ് നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ തനിക്ക് എങ്ങനെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് തന്നെ, അതായത് മറ്റൊരു സെഷൻ്റെ ആവശ്യം പോലും വരാതെ തനിക്ക് എങ്ങനെയാണ് അനായാസേന തൻ്റെ കാര്യങ്ങളൊക്കെ അതായത് ഫ്ലൈറ്റിൻ്റെ ഫ്ലൈയിങ്ങും അതുപോലെ മറ്റ് ഓരോ ട്രെയിനിങ്ങിൻ്റെ പീരീഡിലൊക്കെ ട്രെയിനിങ് ഈസി ആകുന്നതും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ സാധിച്ചതെന്നുള്ളതാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഈ മകൻ പറഞ്ഞു നിർത്തിയത് ഉടമ്പടി അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നത് മാത്രമല്ല, തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി. ബൈബിളൊക്കെ വായിക്കുമായിരുന്നു, വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഏതെങ്കിലും രീതിയിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ സ്കിപ്പ് ചെയ്യാനും അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് വരുന്ന ട്രെയിനിങ് പീരീഡിലോ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ തനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതൊക്കെയാണ് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം ഇനി അവർക്ക് കിട്ടിയ ആ ബോധ്യങ്ങൾ ഇനി അവരുടെ ഉള്ളിൽ നിന്ന് പോകില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഉടമ്പടി അവരെ എത്തിക്കുന്നത്. ഇത് ഈശോയുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് എന്നെ എത്തിച്ചു. നിത്യത തേടിയുള്ള ഒരു ജീവിതം, അതാണ് എന്നെ ഉടമ്പടി ജീവിതം എന്നെ പഠിപ്പിച്ചത്, അതാണെന്നാണ് ഈ മകൻ പറയുക. അങ്ങനെ തനിക്ക് കയറിപ്പറ്റുവാൻ സാധ്യമാകുന്ന എല്ലാ രീതിയിലും ഈശോ തന്നെ എത്തിച്ചു. അത് തൻ്റെ കഴിവല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് എൻ്റെ കഴിവിലെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. എന്നാൽ ഇന്ന്
ഞാനൊന്നുമല്ല, ഈശോയാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ചെറുപ്രായത്തിൽ എൻ്റെ സീനിയേഴ്സൊക്കെ നിൽക്കുമ്പോൾ പോലും എനിക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചതെന്നാണ് ഈ മകൻ പറയുക. അങ്ങനെ തൻ്റെ സാക്ഷ്യത്തിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.